Okay, good morning everyone. And so our lessons are completed before examination. Next week you have the examination, right? Yes or no? Next week you have the examination, and so the portion is completed. What is the portion given? What is the syllabus? Unit number? സാറേ ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല, വീഡിയോ ഓഫ് ആയിക്കോട്ടെ. Video. Okay. Another. വസുദേവ്. Okay. ഞാൻ പറയുന്ന ബാക്കിയുള്ളവർ കേൾക്കുന്നുണ്ടോ? Do you hear me? Yes. Okay. Now. Okay. അപ്പോൾ നമ്മള് എക്സാമിനുള്ള സിലബസ് തീർന്നു. ഏതാ പോർഷൻ? യൂണിറ്റ് നമ്പർ 4. യൂണിറ്റ് നമ്പർ 4 ഫസ്റ്റ് സെക്കൻഡ് ലെസൺസ് ആണ്. അത് കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ലാസ്റ്റ് ഞാൻ പറയാം. കുറച്ച് പേരോട് പറയാനുണ്ടെങ്കിൽ അവരോട് കേട്ടോട്ട് നോക്കാം. എന്ത് പറഞ്ഞാൽ നമ്മളത് കൂടുതലായിട്ടും നമുക്കറിയാം വൺ വേർഡ് ആൻസേഴ്സ് ആണ്. ചൂസ് ദി ആൻസേഴ്സ്. ഓക്കെ. So for all you will have multiple choice. You have to choose the answer and pick it like the last time you did. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൽ ചെയ്യുന്നതല്ല, അതിന് മുമ്പ് ചെയ്തില്ലേ ഫസ്റ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തില്ലേ, സെയിം വേ. സോ ലെസൺ റീഡിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലെസൺ റീഡിംഗ് യു ഹാവ് ടു റീഡ് ദ ലെസൺസ് അഗെയിൻ ആൻഡ് അഗെയിൻ. രണ്ട് ലെസണേ ഉള്ളൂ, രണ്ട് ലെസൺ നല്ലപോലെ വായിക്കണം. യു ഹാവ് ടു റീഡ് മെനി ടൈംസ്. ആ ലെസൺ ബേസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, lesson based കുറേ questions ഉണ്ടാവും. You have to read it properly and then only you will get the answers. Clear? ഇംഗ്ലീഷിൽ ചെയ്യേണ്ടത് നോട്ട് നമ്മുടെ ഓക്കെ കേൾക്കുന്നില്ല? Can you hear me? Okay. നമുക്ക് ലെസൺ കേൾക്കുന്നുണ്ട്? ഓക്കെ ഓക്കെ. സോ നമ്മുടെ ലെസൺ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഇപ്രാവശ്യം വരുന്നത് മുഴുവൻ നമുക്ക് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻസ് ആണ് അല്ലേ? ചോദ്യം തന്നിട്ട് നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. അതെ, 4 ഓപ്ഷൻ. അതെ അതെ. അപ്പൊ ആ രീതിയിലാണ് എക്സാം. വളരെ ഈസി ആയിരിക്കും. എന്ത് ചെയ്താൽ 2 ലെസൺസ് ആ ഉള്ളൂ അല്ലേ? That 2 lessons you have to read properly. Many times you read the lesson. 2 ലെസണും കുറെ പ്രാവശ്യം വായിച്ചു നോക്കണം വെറുതെ. അതിനകത്ത് ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദ ലെസൺ യു വിൽ ഹാവ് ദ questions. Do you understand me? Do you understand? Okay. Yes, sir. Okay. So the grammar lesson കഴിഞ്ഞിട്ടുള്ള ഗ്രാമർ പാർട്ട്, വേർഡ് യൂസ് അതും ഉണ്ടാകും. കൂടാതെ ലെസൺ ബേസ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലെസണിൽ നേരിട്ട് ഡയറക്റ്റ് ആൻസർ. ഓക്കെ, അതിന് ഓപ്ഷൻസ് ഉണ്ടാവും, പക്ഷെ ലെസൺ വായിച്ചാലേ അത് ക്ലിയർ ആവുള്ളൂ. ഗൂഗിൾ ഫോമില് സ്പെല്ലിംഗ് എന്ന സെന്റൻസിലെ ഗ്രാമർ തെറ്റിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ഉണ്ടാവും. ഒന്ന് രണ്ടെണ്ണം കറക്റ്റ് യൂസേജിനുള്ളതുണ്ട്, കറക്റ്റ് ഗ്രാമറിനുള്ളത്, അങ്ങനത്തെ ഉണ്ട്. അപ്പം ആ ലെസൺ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകളും വേർഡ് മീനിങ്സ് ഉണ്ട്. താഴെ കുറച്ച് വേർഡ് മീനിങ്സ് കൊടുത്തിട്ടില്ലേ? ഓരോ ലെസന്റെ താഴെയും എന്ത് കൊടുത്തിട്ടുണ്ട്? ആ 2 ലെസൺസിനും കുറച്ച് മീനിങ്സ് കൊടുത്തിട്ടില്ലേ? ആ മീനിങ്സ് പഠിക്കണം. അല്ലെ ലെങ്തി ആയിട്ടുള്ള കുറെ നീളമുള്ളതൊന്നും വേണ്ട, ബാക്കിയുള്ള കുറച്ച് മീനിങ്സ് ഉള്ളൂ, അത് പഠിക്കണം. ഓക്കെ, അതൊന്ന്. പിന്നെ ലെസൺ ശരിക്കും വായിക്കണം. പിന്നെ ഉള്ളത് ആ ലെസൺ കഴിഞ്ഞിട്ടുള്ള ഗ്രാമറും വേർഡ് യൂസേജും, അതും വേർഡ്സ് യൂസ് അങ്ങനെയെങ്കിലേ അതും. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേണ്ട, കാരണം ഇറ്റ് വോണ്ട് കം ഫോർ ദി എക്സാമിനേഷൻ ദിസ് ടൈം. ഇപ്രാവശ്യം നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്ന ടൈപ്പ് ഇല്ല. അത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? Ready? Okay. Now, today
So I am not taking the lesson. ഇനി നമുക്ക് ഏതായാലും പരീക്ഷ കഴിഞ്ഞിട്ട് ലെസൺ എടുക്കാം. First, next week you have the examination. So after the examination, we will go for the going to the lessons. Now what I am planning is some grammar portion. Okay. നിങ്ങൾ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഗ്രാമർ ക്ലാസ് കൂടിയിട്ടുണ്ടാവും. ക്ലാസ് കൂടിയിട്ടുണ്ടാവും അല്ലേ? ഏതായാലും കുറച്ച് ഗ്രാമർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി ലാംഗ്വേജ്. ഏത് ലാംഗ്വേജ് എടുത്താലും ഗ്രാമർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്ക് കുറച്ച് ഇന്നത്തെ 2 ക്ലാസ്സിലും കുറച്ച് ബേസിക് നോളജ് ഓഫ് ഗ്രാമർ ആയിരിക്കും. അന്ന് പഠിച്ചതായിരിക്കാം ഒരു പക്ഷെ മറന്നു പോയിട്ടുള്ളത്. സോ യു ഹാവ് ടു ലിസൺ വെരി കെയർഫുള്ളി. ലെസൺ പോലെയല്ല, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. If you study a lesson that is useful only for this year, മിക്കവാറും അതുമായിട്ട് ബേസ് ചെയ്ത കാര്യങ്ങൾ മിക്കവാറും ഈ only for 1 year. Next year you will get another textbook and another lesson. So, but grammar is very very important and that is useful for the whole life. Okay, so very very important. I am asking a few questions now. Already once I said in the beginning, I think. How many parts of speech are there? How many parts of speech are there? 8. Good. There are 8 parts of speech. Can you name them? Anyone? 8 parts of speech are there. Easy way to remember also. I remember. I hope. Can anybody say at least 1, 2, 3, 4? How many? Whatever you know, you can say. No one. Adare say. സാറ് പറഞ്ഞൊന്നും ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. അത്ര കേൾക്കാത്ത വാസുദേവന ഇപ്പോഴും കേൾക്കുന്നില്ല. ഇവിടെ കുറച്ച് നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര സൗണ്ട് കുറവാണ്. ആണോ? നെറ്റ് പ്രോബ്ലം. ക്ലിയർ അല്ല സാർ, സൗണ്ട് കുറവാണ്. സൗണ്ട് കുറവാണോ? മൈക്കിനുണ്ടോ കംപ്ലൈന്റ്? ഞാൻ പറയട്ടെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. സോ മൈക്കിന്റെ എന്തോ കംപ്ലൈന്റ് ആണ്. ഓക്കെ, എനിവേ നമ്മുടെ ഗ്രാമർ പോർഷനിൽ ഹൗ മെനി പാർട്സ് ഓഫ് സ്പീച്ച് ആർ ദർ? എത്ര പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്? 8 ആണ്. വാട്ട് ആർ ദേ? വിച്ച് ആർ ദേ? ഏതൊക്കെയാണ്? Noun ഒന്ന് റിമെമ്പർ ചെയ്തോ. യു നോട്ട് ഡൗൺ ഇൻ യുവർ മൈൻഡ്. നേരിട്ട് മൈൻഡിൽ റെക്കോർഡ് ചെയ്താൽ മതി. പിന്നെ എഴുതാൻ ഞാൻ സമയം തരാം. ഓക്കെ, സോ ജസ്റ്റ് ലിസൺ. Can you hear me now? Okay. First is noun. 8 parts of speech are there. As just said, there are 8 parts of speech. First one is noun. Second is pronoun. Third one adjective. This മൂന്നും ഫസ്റ്റ് ഗ്രൂപ്പ് we say. ഈസി ആയിട്ട് ഓർക്കാൻ പാകത്തിന് ഇതിനെ മൂന്നിനെ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയാം. Noun, pronoun, adjective. Noun, pronoun, adjective. Okay. Second group, verb and adverb. Word, verb and adverb. Two only. Next, third group, preposition, conjunction and interjection. Preposition, conjunction and interjection. ഈ മൂന്ന് ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് ഓർത്താൽ 3 + 2 + 3. 3 + 2 + 3. That means first 3. Noun, pronoun, adjective. They are relatives. They are very they have some connection in between them. അത് തമ്മിൽ ബന്ധമുള്ളതാണ്. Noun, നാമം, we say in Malayalam. Pronoun, സർവനാമം, standing instead of a noun. Noun is a naming word, you know. Noun is a naming word. Name of anything. You just look outside, or you just look into your room, inside your room, wherever you are sitting, just see here and there. Whatever you see there, all are nouns. നിങ്ങൾ അവിടെ എന്തൊക്കെ കണ്ടാലും അതെല്ലാം എന്താണ്? Noun ആണ്. You may see fan, you may see table, chair, or pencils, books, anything, whatever it is, these are all nouns. അതെല്ലാം
അതെല്ലാം nouns ആണ്. Or if I look outside here, I can also see some trees, plants, creepers, or such things. These are all nouns. ഇതെല്ലാം noun ആണ്. Okay. So whatever you see are all nouns. Is that clear to all? അതെല്ലാവർക്കും മനസ്സിലായില്ലേ? Whatever you see are all nouns. Okay. Now, pronoun. Pronoun is standing instead of a noun. ഒരു നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് pronoun. Do you get me? Suppose we say about the boy is dancing. The boy ആണ് അവിടെ noun. Next sentence നമ്മൾ ഉപയോഗിക്കുമ്പോൾ the boy എന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. We use instead of that one he. He is dancing well. നല്ലതുപോലെ ഡാൻസ് കളിക്കുന്നുണ്ട്. So വീണ്ടും നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും he എന്നാ വരുന്നത്. That is called, therefore, that is called pronoun. അപ്പോൾ നൗണിന് പകരം ഉപയോഗിച്ചതാണ് നമ്മൾ എന്ത് pronoun. Same in the case of other ones also. The girls are playing kabaddi. The girls are playing kabaddi. The girls are noun. Kabaddi noun ആണ്. The girls here. അപ്പോൾ girls ആണ് subject ആയിട്ട് വന്നിരിക്കുന്നത് noun. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന next they are playing well. The girls are playing well. നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അതിന് പകരം the girls-ന് പകരം we use they. ഒന്നിലധികം ഉള്ളത് കൊണ്ടാണ് they വന്നത്. ഒരു ഗേളെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ we should have used she. Okay. They അവര് അവർ നല്ലതുപോലെ കളിക്കുന്നുണ്ട്. They are playing well. So that is what they are. This is called pronoun. So noun and pronoun is completely very simple. ഏറ്റവും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിപ്പോ പറയുന്നത്. Very simple. Okay. So noun and pronoun. Any doubt for anyone? No doubt. If you understand, if you have understood, you just show me your thumb. That's it. 1, 2, 3, 4. Oh, okay. Now the next one. Next one is adjective. I said മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ മൂന്നാമത്തേത് adjective. What is adjective? Very important ആണ്. ഏത് സമയത്ത് ചോദിച്ചാലും ഇനി പറയണം. Description word. ഏതാ? Description word. Very good. Description word. Describing word. A word that is used to describe a noun or a pronoun. അല്ലെങ്കിൽ ഒരു നൗണിനെയോ പ്രൊനൗണിനെയോ ക്വാളിഫൈ ചെയ്യുന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് എന്ത് adjective. Example. There is a fruit. There is a fruit. അവിടെ fruit noun ആണല്ലോ. There is a fruit. Fruit is noun. The fruit is അല്ലെങ്കിൽ നമുക്ക് പറയാം it is a red fruit. Red കളറിനെ കുറിച്ച് പറഞ്ഞതാ. സോ ആ റെഡ് എന്നത് അതിനെ കുറിച്ച് പറയുന്നതാണ്, ഫ്രൂട്ടിനെ കുറിച്ച് പറയുന്നതാണ് അല്ലെ, അതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്, ഡിസ്ക്രിപ്ഷൻ ആണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് adjective. Otherwise here that is a tree. That is a tall tree. Tall. ഉയരമുള്ളത്. Okay. ഉയരമുള്ള tree ആണ്. So that is also what good boy, good girl, or small boy, big girl. So these are all these words, big, small, and so are all adjectives. അതെല്ലാം adjectives ആണ്. Okay. ഇതെല്ലാം adjectives very simple. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കുറച്ച് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിച്ചായിരുന്നു. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇല്ലേ? ഹയർ, ഹയസ്റ്റ്, സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. എവിടെയെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാകാം. അതെന്താ? സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്, ബിഗ്, ബിഗർ, ബിഗ്ഗസ്റ്റ്, സ്മാർട്ട്, സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ്, ബ്യൂട്ടിഫുൾ. ഏതാ?
പേജ് നമ്പർ 66 ആ 66 കറക്റ്റാ. മാരത്തോൺ റേസിന്റെ വർക്കില്. ആ അതെ. സോ ഇത് നമ്മൾ പഠിച്ചതാണ്. അതില് എന്താണ് ശരിക്കും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വേർഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഹൈ എന്ന വാക്കാണെങ്കിൽ അത് പോസിറ്റീവ് ഡിഗ്രിയാണ്, ഹയർ കമ്പാരേറ്റീവ് ഡിഗ്രിയാണ്, ഹയസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പം ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉപയോഗിക്കുന്ന വാക്കുകളും അഡ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, അഡ്ജക്റ്റീവ്. Sometimes we use a and the. എയും ആനും ദായും മൂന്ന് വാക്കുകൾ. എ ഒന്ന്, രണ്ട് ആൻ, an, ആൻ, ആൻഡ് അല്ല ആൻ. പിന്നെ മൂന്നാമത്തത് ദ, ചേച്ചി. ഈ മൂന്നെണ്ണത്തെ നമ്മൾ എന്താ പറയുന്നത് ശരിക്കും? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. ആ വെരി ഗുഡ്. ആർട്ടിക്കിൾസ്. അതിന് നമ്മൾ പറയുന്നത് ആർട്ടിക്കിൾസ് എന്നാണ്. ആർട്ടിക്കിൾസ് ആണ്. അതിന് എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ദ ഡെഫിനിറ്റ് ആർട്ടിക്കിളും ആണ്. ഓക്കെ, അപ്പോൾ അത് ആർട്ടിക്കിൾ ആണ്. ഈ ആർട്ടിക്കിൾസും അഡ്ജക്റ്റീവ്സ് ആണ്. ദീസ് ആർട്ടിക്കിൾസ് ആർ ഓൾസോ കൗണ്ടഡ് ആസ് അഡ്ജക്റ്റീവ്സ്. അണ്ടർസ്റ്റുഡ് ഓർ നോട്ട്? Articles are also counted as adjectives in parts of speech. Parts of speech le articles endana adjectives are. Do you get me so far? Okay, good. And so the next one, second group ana verb and adverb. Two only, verb and adverb. What is a verb? Very simple. All action words are verbs. എന്ത് ആക്ഷൻ വേർഡ് ആണേലും പ്ലേ ing ചേർത്ത് വരുന്നതാണേലും അത് കണ്ടിന്യൂസ് ഫോം ആണ്, അല്ലെങ്കിൽ അത് ഏത് ഫോമാണ്? പാർട്ടിസിപ്പിൾ ഫോം ആണ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ing ചേർക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ റൈറ്റ്, അതൊരു ആക്ഷൻ ആണ്. റൈറ്റിംഗ് അല്ലെ? Playing, studying, sitting, go, come. These are all actions. ഇതെല്ലാം actions ആണ്. ഇതെല്ലാം actions ആണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം action words ആണ്. Do you understand? So they are verbs. Kriya. Verbs. And next one is what is the fifth one I said? Noun, pronoun, adjective, verb. We are four are completed. Adverb. Adverb, good. Adverb, yeah, adverb. Adverb qualifies a verb. ഒരു വെർബിനെ കുറിച്ച് പറയുന്ന ഒരു പ്രവൃത്തി ചെയ്തു, അത് എങ്ങനെ ചെയ്തു, എപ്പോൾ ചെയ്തു, എത്ര പ്രാവശ്യം ചെയ്തു, അതാണ് എന്ത്? Adverb. Adverb. Okay, so we played football. Suppose we played football. We played football nicely. നമുക്ക് വെറുതെ ഫുട്ബോൾ കളിച്ചു എന്ന് പറയാം. എങ്ങനെ കളിച്ചു? നൈസ്ലി, നല്ലതുപോലെ കളിച്ചു. അപ്പൊ നൈസ്ലി എന്ന വാക്ക് എന്താണ്? Adverb. കളിച്ചു എന്നതിനെ കുറിച്ച് പറയുന്നതാണ്. എങ്ങനെ കളിച്ചു? നല്ലതുപോലെ കളിച്ചു. Nicely. Do you understand? So in the same way, the car ran speedily. എങ്ങനെയാ പോയത്? Car ran. How did the car run? Speedily. Speedily. Speedily എന്നതിന് ആ റണ്ണിനെ കുറിച്ച് പറയുന്നതാണ്. Got it? അതാണ് എന്ത്? Yeah. How many നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ adverbs, adverb of manner, adverb of frequency, adverb of time എന്നൊക്കെ പറഞ്ഞുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കുമ്പോഴേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ly ചേർത്ത് വരുന്നത് adverb of manner എന്നുള്ളതിന്റെയാണ്. എങ്ങനെ ly ചേർത്ത് വരുന്നത്? എങ്ങനെ? സ്പീഡ്, speedily ചേർത്ത് വരുന്നത്, ly ചേർത്ത് വരുന്നത്. Suddenly, അങ്ങനെ smartly. These are all
ly ചേർത്ത് വരുന്നതാണ്. അതെല്ലാം എന്താണ്? adverbs ആണ്. ഓക്കെ, ബ്യൂട്ടിഫുള്ളി. The bird sang beautifully. പക്ഷി പാടി എങ്ങനെ? ബ്യൂട്ടിഫുള്ളി. ബ്യൂട്ടിഫുൾ എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്. ബ്യൂട്ടിഫുള്ളി അതിലൂടെ ly ചേർത്ത് വരുമ്പോൾ അത് adverb ആണ്. Got it all? So 5 are there: noun, pronoun, adjective, verb, and adverb. The next is third category, third group in the first one. അതായത് ആറാമത്തത് ഏതാണ്? Preposition. Preposition conjunction. ഏത് ഓർഡറിലും പറയാൻ കുഴപ്പമില്ല. Preposition. What is preposition? നമ്മൾ സാധാരണ വായിക്കുന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ പ്രിപ്പോസിഷൻ ആണ് വായിക്കുന്നത്. പക്ഷെ അത് കറക്റ്റ് പ്രൊനൗൺസിയേഷനിൽ it is pronounced as, or it is read as preposition. Can anybody say an example or a few examples of preposition? The, the, preposition അല്ല. അത് ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ അഡ്ജക്റ്റീവ് ആണ്. Small words are usually they are showing some relations. They are showing some relation. Relation കാണിക്കുന്ന വാക്കുകളാണ് preposition. I'll say a few. In, on, into, onto, for, from, of, at, with, against, below, above. Such words are, these are some of the examples of preposition. Okay, in, into, on, onto, from, of, to, at, with. So these are some of the examples of preposition. Did you get me? Yeah, just a few of you can say. What did I say now? These are some examples of. Can anyone say a few examples of preposition? Adya say. സാറ് കേൾക്കുന്നില്ല അധികമായിട്ട്. കേൾക്കുന്നില്ല? ഇല്ല, ഇങ്ങനെ സൗണ്ട് ചിലപ്പോ ഇങ്ങനെ കട്ടായി പോകുന്ന പോലെ. എന്തോ നെറ്റ് പ്രോബ്ലം ആണ്. ഇവിടുത്തെ പ്രശ്നമാണോ അവിടുത്തെ പ്രശ്നമാണോ? കേൾക്കുന്നുണ്ട് നല്ലവണ്ണായിട്ട്. ബാക്കിയുള്ളവർ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. പ്രോബ്ലം ഒന്നുമില്ല. നെറ്റിന് അവിടുത്തെ പ്രശ്നമായിരിക്കും ഒരു പക്ഷേ. നോ പ്രോബ്ലം. അതെയോ? ഓക്കെ, അപ്പം നെറ്റിന്റെ പ്രശ്നമായിരിക്കാം ഒരു പക്ഷേ. ഏതായാലും നോക്കാം. പലർക്കും ഇവിടെ വന്നിട്ട് ഇപ്പം ഇതിൽ പാർട്ടിസിപ്പൻസ് വളരെ മാറി മാറി വരുന്നുണ്ട്. അപ്പം മിക്കവാറും റേഞ്ച് പ്രോബ്ലം പ്രശ്നമായിട്ടുണ്ട്. ഓക്കെ, ഏതായാലും ഒന്നോടെ പറയാം. Prepositions, examples of prepositions are of, from, for, to, at, with, in, into, on, onto, and so and so. അതേപോലെ പറയണം. Okay, these are examples of prepositions. I am going to school. To. I am going to school. To. I am going to school. To. The cat is playing with me. The cat is playing with me. With. I will come to school at 10 o'clock. At. Okay, is that clear to all? These are some of the examples of preposition. As അല്ല, as വരുന്നത് as ആണ് ഉദ്ദേശിച്ചത്. as preposition അല്ല, അത് conjunction ആണ് അടുത്ത് വരുന്നത്.
Okay? യുഎസ്ഒ ഏതാ? യുഎസ്ഒ US as വരുന്നത് pronoun ആണ്. Pronounന്റെ possessive ഫോമിലേക്ക് വരുന്നതാണ്. പല ഫോമുകളുണ്ട്. ഏതാ? Towards ബിറ്റ്വീനും ഇതിൽ വരുന്നത് അപ്പുറത്തെ മറ്റേ ബിറ്റ്വീനൊക്കെ ഏതാ കൺജങ്ഷനിൽ വരുന്നതാണ്. ഇപ്പൊ ഞാനൊന്ന് അടുത്തത് പറയാം. കൺജങ്ഷൻ, യു ലിസൺ വൺസ് അഗെയിൻ. കൺജങ്ഷൻ. What is conjunction? Conjunctions are connecting words. Connecting words. Okay. അതിൽ എക്സാമ്പിൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന and ഇപ്പൊ ജസ്റ്റ് ചോദിച്ച as ആണ്, US അല്ല. as ഓർ പിന്നെ ഏതാ? ഓർ but more OR or as പിന്നെന്താ ഒരു ലൈക്ക് then comes but with but and neither nor, either or, neither, either, nor, or. These are all examples of conjunction. Okay, these are examples of conjunction. Sometimes there are some other ones are also there. Whenever time comes, I will tell about that also. So these are some of the examples to remember now. Conjunction: and, but, or, because. These are all examples of conjunction. Last one is, or the eighth one is interjection. Interjection. Conjunction ആണ്, ഇത് interjection ആണ്. What's the spelling of conjunction? CONGU sorry JUC അതൊന്ന് പറയാം. CON CON GUN JUN CTION. Very good. CTION. CON JUN CTION conjunction. Next one interjection ആണ്. Interന്റെ spelling അറിയാം, INTER inter. ഇനി junction അല്ല, jection ആണ്. JECTION. INTER interjection. JECTION. Interjection. Okay. So these are all that is the spelling of connection God. Now again, that is spelling of interjection. That is the spelling. Okay. So what are the some of the? These are exclamation words. Words to show some exclamation. ആശ്ചര്യം കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ feelings. These are words of feeling, expression. Wow, what a wonderful feeling. Wow. Hello, when we flip the phone, we say hello. That is also. Or hooray, I got the first prize. Alas, the bird died. These are alas, hooray, hello, oh. So these are the words to express some feelings, and this is called interjection. Okay. So once again, first starting from, there are 8 parts of speech: noun, pronoun, adjective, verb, adverb, preposition, conjunction, and interjection. Okay, got it. And now there's another clarification to be made about what is that? Preposition. Yes, preposition. What is that? Towards. I am going the elephant is going towards the van. The elephant is going towards the van.
So അടുത്തേക്ക് എന്നാണ് അവിടെ അർത്ഥം towards. So towards is there. It is a preposition. Okay, I don't know. So towards there is preposition in that case. Okay. ആരെ തോറ്റ് നോക്കുന്നില്ല. Backwards. ഏതാ? Backwards. മാച്ച് ബോക്സ്? Matchbox അല്ല backwards. Backwards. Yes, backwards. That also. അങ്ങനെ കുറെ ഉണ്ട്. Against, among. These are all prepositions. Okay. So let's continue in the next class after this. Then I will ask a few more questions about this also. So whatever is given now, just you remember, and then we will take down the notes also. And question notes earlier. Now try to keep it in mind and try to recollect all. That's enough. You have to write that one in the next video. Clear, everyone? It's almost time. I want to get you the attendance. Afraj Yusuf is absent. Nijat? Present. Arjun Piraj? Aromal? Ashwin? Adira? Present, sir. Present. Halima absent. Hajanandu absent. Heaven? Present. Diva George? Present, sir. Present. Joel Reginald? Present, sir. Present. Joanna? Absent. Justice? Present. Mohammed Sanif? Absent. Sri Vishnu Subhash? Present, sir. Present. Vasudev Manish? Present. Present, sir. Okay. So that's enough for now. Let's continue in the next class. Okay? Bye.